തുർക്കിയോട് ചേർന്ന സിറിയൻ അതിർത്തി നഗരമായ കൊബൈനിൽ ആക്രമണം നടത്തുന്ന IS-നെ നേരിടാൻ തുർക്കി ഗവൺമെന്റ് നേരിട്ട് ഇടപെടണം എന്നാവശ്യപ്പെട്ട് തുർക്കിയിൽ പ്രക്ഷോഭം ശക്തമാവുകയാണ്. തുർക്കിയിലെ കുർദുകളാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. തുർക്കിയിലെ പ്രധാന നഗരമായ ഇസ്താംബൂളിലും തലസ്ഥാനമായ അങ്കാറയിലും പ്രക്ഷോഭകർ വലിയ പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചത്. നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും വഴി തടയുകയും ചെയ്തു. അക്രമത്തിനെതിരെ പോലീസ് ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചു. സംഘർഷങ്ങളിൽ വിവിധയിടങ്ങളിലായി 9 പേർ മരിച്ചു. പോലീസുകാരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. കുർദ് ഭൂരിപക്ഷ ജില്ലകളിൽ സർക്കാർ കർഫ്യൂ പ്രഖ്യാപിച്ചു. അതേസമയം കൊബൈനിൽ IS-ഉം കുർദ് പോരാളികളും തമ്മിൽ പോരാട്ടം ശക്തമായി. നഗരത്തിന്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തേക്കും പോരാട്ടം വ്യാപിച്ചു. ഇവിടെ പല കെട്ടിടങ്ങളും IS പിടിച്ചെടുത്തു. എന്നാൽ കിഴക്കൻ മേഖലയിൽ കുർദുകളുടെ ചെറുത്തുനിൽപ്പ് ശക്തമാണ്. അവിടെ നിന്നും IS പിന്മാറിയതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ നേതൃത്വത്തിൽ IS-നെതിരെ വ്യോമാക്രമണവും തുടരുന്നുണ്ട്. ഇന്നലെ 4 തവണ വ്യോമാക്രമണം നടന്നു. തങ്ങൾക്ക് അന്താരാഷ്ട്ര സഹായം ആവശ്യമാണെന്നും US വ്യോമാക്രമണം കൊണ്ട് മാത്രം IS-നെ തകർക്കാൻ കഴിയില്ലെന്നും കുർദുകളുടെ വക്താവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.